ഇങ്ങനെ കെട്ടേണ്ട കാര്യണ്ടോ? ഒന്നഴിക്ക് ഉത്സവത്തിന്റെ ആൾക്കാരൊക്കെ വന്ന് കാണും. രാഘവം അവനെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ നിൽക്കും വിചാരിച്ചിട്ടാ. അഴിക്കാത് വേഗം. എടാ അത് പിടിച്ച് വലിക്കേ. ആൾക്കാരിപ്പോ വരില്ല ഉത്സവത്തിന്റെ. അഴിച്ചോ അഴിച്ചോ. അയ്യോ അങ്ങോട്ട് തിരിച്ചു വെക്കണോ? ശീതളേട്ടാ, ഇതിപ്പോ എന്തിനാ അയക്കുന്നേ? അതെ, എന്തപ്പോ ഒരു അബദ്ധം പറ്റിയതാണ്. ഇനിയിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. മരിച്ചിട്ടില്ലാന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പൊ സംഘടന നേതാവില്ലേ, അയാൾ ഇതാ പോസ്റ്റ് ഇട്ടല്ലോ. എന്താണ് മരിച്ചു എന്ന് പോസ്റ്റ് ഇട്ടു? മരിച്ചു പറയുന്നേ. നോക്കട്ടെ. ഇതാ രാഘവ് കുഞ്ചു അന്തരിച്ചു. അയ്യോ കേട്ടടാ ഉണ്ണി, മരിച്ചു. കേട്ടിക്കോ. ഞങ്ങളുടെ രാഘവമ്മാവ. അയ്യോ കെട്ട് ഞാൻ കെട്ടിക്കോ. രാഘവ് കുഞ്ചു മരിച്ചു. ഇന്നലെ അല്ല മരിച്ചത്, ഇന്ന് മരിച്ചു രാവിലെ. അങ്ങനെയാ പറഞ്ഞത്. അതിപ്പോ ഞങ്ങളുടെ MD മീഡിയക്ക് കൺഫർമേഷൻ കൊടുക്കുമ്പോഴേ ഔദ്യോഗികമായിട്ട് മരിക്കുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ പേര് ഡോക്ടർ സത്യശീലൻ. ഞാൻ இந்த ദുർവാസ ഹോസ്പിറ്റലിനുടെ MD. ഇവിടെ നിറയെ എക്യുപ്മെന്റ്സ് സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അസുഖമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ ചികിത്സിച്ച് നല്ല രീതിയിൽ അവരെ പറഞ്ഞയക്കുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ വന്ന് നിങ്ങൾ നോക്കണം. ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റൽ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ മാതിരിത്തായിരിക്കും. നിറയെ വലിയ നല്ല ഫാനുണ്ട്, നല്ല കാറ്റുള്ള ഫാനുണ്ട്. പിന്നെ ഈ TV ഉണ്ട്. നമ്മളുടെ എല്ലാ റൂം ഉണ്ടാവില്ലേ, റൂം ഇരിക്കില്ലേ അന്ത റൂമിലൂടെ എല്ലാവർക്കും TV ഉണ്ട്. അതെ, അത് പറഞ്ഞു വരുമോ? അത് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ പറയട്ടെ അത്. അപ്പൊ അങ്ങനെ എല്ലാ റൂമിലും AC വെച്ചിട്ടുണ്ട്. പിന്നെ ഫാന് വേറെ ഉള്ളവർക്ക് ഫാന് വേറെയുണ്ട്. പിന്നെ ഷവറുണ്ട്. എല്ലാ ബാത്റൂമിലും നല്ല ഷവർ വെച്ചിട്ടുണ്ട്. പിന്നെ സോഫയുണ്ട് എല്ലാ റൂമിലും. അപ്പൊ അങ്ങനെ ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾ എന്റെ മാതിരി പോകുമോ അന്ത മാതിരിയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ വേറെ ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കൂ. അതെ, എനിക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. മരിച്ചില്ല എന്നുള്ളൊരു ഉറപ്പായിട്ടില്ലത്. വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കെട്ടിയിട്ട് അറിയാലോ, കെട്ടി താഴെ ഇറക്കിയത്. അവിടെ അടങ്ങ്, നമുക്ക് ഒന്നുകൂടെ സ്ഥിരീകരിക്കാം. അല്ലെന്നേ, മൊയ്തുക്ക് എന്നോട് പറഞ്ഞായിരുന്നു മരിച്ചു. അത് മൊയ്ത് പറയണമെന്നും കാര്യമായിട്ട് എടുക്കണ്ട. നീ TV വാർത്ത വല്ലതും കണ്ടോ? ഇല്ലല്ലോ. അത് അങ്ങനെ ആരെങ്കിലും കണ്ട അന്നാ നമുക്ക് ഉറപ്പിക്കാം. നിങ്ങൾ ഈ പറഞ്ഞ ഉടനെ സാധനം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാ. നമ്മളിവിടെ ഏത് രോഗി വന്നാലും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാത്തിനും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടർമാരാണ്, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് എല്ലാവരും. ഓക്കെ. പിന്നെ ഇനി വേറെന്താ നിങ്ങൾ ചോദിച്ചത്? രാഘവ് കുഞ്ചുവിന്റെ അവസ്ഥ മോശമാണ്, മരണപ്പെട്ടു എന്നുള്ള ന്യൂസ് കേൾക്കുന്നു. അത് അങ്ങനെ സംഭവിച്ചു. രാഘവ് കുഞ്ചു സാർ, നമ്മൾ എല്ലാ ട്രീറ്റ്മെന്റും എല്ലാ ഡോക്ടർമാരും നല്ല കിണഞ്ഞ് പരിശ്രമിച്ചു. അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും നല്ല പോലെ ട്രൈ ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാ, അവർക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു. അതെ, അതല്ലേ ഞാൻ പറയുന്നത്. അനാസ്ഥ എങ്ങനെയാ, ഒരാളുടെ ജീവൻ എങ്ങനെയാ പോകും നമുക്കറിയില്ല. നമ്മൾ പരമാവധി ട്രീറ്റ്മെന്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംഭവം ഉറപ്പാണെന്ന്.
എന്താ ഉറപ്പ്? ഇന്നലത്തെ പോലെ വാട്സാപ്പിൽ ഉറപ്പാണ്? ഒന്നുമല്ല, രാഘവേട്ടൻ മരിച്ച് കൺഫേം ആണ്. എന്ത് കൺഫേം? എന്താ ഉറപ്പ്? നീ എന്ത് ഉറപ്പിന്റെ നീ പോയി കണ്ടോ? ഞാൻ കണ്ടതല്ല, ആശുപത്രി എന്നുള്ള വാർത്താ സമ്മേളനം കണ്ട ഔദ്യോഗികമായിട്ടുള്ള വീഡിയോ. ഇതൊന്നും അല്ല. പിന്നെ താരസംഘടനയുടെ ഔദ്യോഗികമായ അങ്ങനത്തെ താരങ്ങൾ പലരും പറഞ്ഞാണല്ലോ ഈ വാർത്ത ഷെയർ ഇത് ചെയ്ത്. ഉറപ്പാണ്, നിങ്ങൾ കെട്ടിക്കോന്ന്. എന്റെ പേര് അങ്ങനെ പറയലേ. ചുമ്മാ ഒരു പ്രാവശ്യം കേട്ട് എന്താ തർക്കം പറയുന്നത്? എന്തായാലും മരിച്ചു. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് MD വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങള് വരുന്നത്. ബോഡി നമുക്ക് വീട്ടിലെത്തിക്കോ അല്ലെങ്കിൽ ഞങ്ങളത് കാരണവന്മാരായിട്ട് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം അതൊന്ന് പെട്ടെന്ന് ആലോചിച്ച് എന്നെ വിളിച്ച് പറയണം. പറയാം നിങ്ങൾ കാര്യങ്ങൾ എന്താ ചെയ്യും. നിങ്ങൾക്ക് താരരാജാവ്, ഞങ്ങൾക്ക് ചോര കാണാൻ പറ്റുന്നല്ലോ. അന്നത്തെ കൊടുത്തിട്ടില്ല, ഒരെണ്ണോടി എടുക്കട്ടെ. ഇപ്പൊ നമുക്കൊരു ഉറപ്പായില്ലേ? നമ്മൾ അതല്ലല്ലോ പറഞ്ഞത്. സാർ, ഞങ്ങൾ അദ്ദേഹം മരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറയുന്നത് എല്ലാം ഈ മരിച്ചോ ചോദിച്ചപ്പോൾ നിങ്ങൾ ഇവിടെ എല്ലാ അവർക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെന്റും കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതെനിക്ക് പറയണ്ടേ നിങ്ങളുടെ അടുത്ത്? അത് പറഞ്ഞതാണ് ഞാൻ. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പൊ പരമാവധി നല്ല ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അവര് ഇപ്പൊ നമ്മളെ വിട്ടുപോയി. ഇപ്പൊ കാലത്ത് 10 മണിക്ക് അവർ മരിച്ചു. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കണേണ്ടതാണ്. അത് കാര്യമില്ലല്ലോ. എന്ത് നടക്കുന്നത്? ഒരാളുടെ ജീവൻ വെച്ച് ഒരു പരസ്യമാണ് ഇപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ. ഒരിക്കലും ഇല്ല, ഒരിക്കലും. അതെന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? അങ്ങനെ പരസ്യത്താണ് സാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹം മരിച്ചോ ജീവിച്ചിരിപ്പണോ ചോദിച്ചിട്ട് ഇല്ല 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 ഇല്ല. അത് അവർക്ക് ഈ സെലിബ്രിറ്റീസ് വരുമ്പോൾ, അതുപോലെ പിന്നെ പൊളിറ്റീഷ്യൻസ്, വലിയ വലിയ ആളുകൾ ഇവിടെ വരുമ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇനി എങ്ങാനും ഇതൊന്നും ഇല്ലാതെ വന്നതുകൊണ്ടാണ് അവർ മരണപ്പെട്ടതെന്ന് ചിലപ്പോൾ നാളെ നിങ്ങൾ പറയും. അപ്പൊ അത് ഇല്ലാതെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അതിനെന്താണ് തപ്പ്? നിങ്ങൾ എന്തൊക്കെയോ, നിങ്ങൾ ഇതിന് മുമ്പേ അവർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ. അങ്ങനെ പറയരുത്. ഡോക്ടർമാരുടെ ഒരു അനാസ്ഥ ഇല്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ മാറ് പ്ലീസ് 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 പ്ലീസ്. പോണില്ല, ഉറപ്പായത്. എവിടെ പോണത്? ഞാനേ നാളെ മമ്മൂക്കാന്റെ വീട്ടിൽ ഒരു സ്ലാബ് വർക്കുണ്ട്. സിമെന്റ് മറ്റു എത്ര വേണ്ടെന്ന് പറയാം. അയ്യോ, മുടക്ക് പറ, നാളെ പണിയാൻ പറ്റില്ല. രാഘവേട്ടൻ മരിച്ചു. ആളെ പൊട്ട കളിപ്പിക്കായി. നീ ഇപ്പൊ മരിച്ചു എന്ന് ആദ്യം പറയാ, പിന്നെ മരിച്ചില്ലെന്ന് പറയാ, പിന്നെ മരിച്ചു എന്ന് പറയാ. നീ കാരണം 2 ദിവസത്തെ പണിയാ പോയത്. നീ നാളെ ഞാൻ പണി കളയുന്ന പറഞ്ഞു. ചേട്ടാ, ഇന്നലത്തെ പോലെയല്ലേ ഇത് ശരിക്കും മരിച്ചെന്ന്. എന്ത് ശരിക്കും മരിച്ചെന്ന്? 800 കാശാണ് പോയത്. ഞാൻ കാലടി പിടിച്ചിട്ടാ നാളെ ഒരു പണി കിട്ടിയിരിക്കണ്. ഇനി അത് കളയാൻ എന്റെ പരിപാടി. നാട്ടിലൊരു വേണ്ടപ്പെട്ട ആള് മരിക്കുമ്പോ താൻ പണിക്ക് പോകണ എങ്ങനെയാണ്? താൻ മരിക്കുമ്പോ ഞങ്ങളും പണിക്ക് പോകാം. മരിക്കാന്ന് പറഞ്ഞ ഒരാൾ ഒരു ദിവസം മരിക്കൂ. ഇത് ജീവിക്കാൻ മനുഷ്യനെ പൊട്ട ഇപ്പൊ ഞാനാ പറയണത്. എന്താ? അയാള് മരിച്ചു. നിങ്ങൾ എല്ലാരും കൂടി അടച്ചിക്കോ. ഇയാള് ആദ്യം നടങ്ങ്. ഒരാൾ മരിച്ചാൽ അയാൾ മരിച്ചിട്ടില്ലെന്ന് ഇന്നൊന്ന് പുതിയ ന്യൂസ് വാട്സാപ്പിൽ മെസ്സേജ് ആകണ്ട. മറിമായം